മ്യൂസിക് മോജോയിൽ അതുപോലെ തന്നെ ബിജുപാലിൻ്റെ വൈഫ് പാടിയിട്ടുണ്ട് കോറസിൽ, ശാന്തി, ഷീസ് എ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങളുടെ പഴയ ഫോട്ടോഗ്രാഫ്സ് അങ്ങനെ എടുത്തു വെച്ച് നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ഷീസ് എ ഡാൻസർ ആൻഡ് പാട്ട് പാടുകയും ചെയ്യും അല്ലേ? ഡാൻസറാണ്. പാട്ട് എന്ന് പറഞ്ഞാൽ അവൾക്ക് താല്പര്യമുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ പാട്ട് അങ്ങനെ പ്രൊഫഷണലി അങ്ങനെ വരണമെന്ന് താല്പര്യമില്ല. ഓക്കെ, ബട്ട് എനിവേ ഷീസ് ടാലന്റഡ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ലവ് സ്റ്റോറി ഒരു ന്യൂസ് പേപ്പറിൽ ഞാൻ വായിച്ചിരുന്നു. നിങ്ങളുടെ രണ്ടൊരു ഭയങ്കര സട്ടിൽ ലവ് സ്റ്റോറിയാണ്. സംതിങ് ദാറ്റ്സ് പ്രോബബ്ലി ഒരു കുറച്ച് ഓൾഡ് സ്കൂൾ ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ബൈക്കിൽ ചേസ് ചെയ്യുന്നതായിട്ടും ഒരു വളരെ ഒരു ചെറിയൊരു കഥ പുള്ളിക്കാരി അതിനകത്ത് എഴുതിയിരുന്നു. നിങ്ങൾ ആദ്യമായിട്ട് അമ്പലത്തിൽ പോയ കഥ, നിങ്ങൾ അമ്പലത്തിൽ പോവുകയും അമ്പലങ്ങൾ അന്നത്തെ ഈ ഇതേപോലെയുള്ള ഈ ഹബ്ബുകളായിരുന്നു. വേറെ പബ്ബുകളിലോ പോകാത്തതുകൊണ്ട് അമ്പലങ്ങളാണ്. അപ്പൊ പിന്നെ അത് വേറെ സംശയിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും അങ്ങനെ ഒരു നടപ്പാണ്. ഒരു 6-7 കിലോമീറ്ററുകൾ അമ്പലത്തിലേക്ക് നടക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അന്നേരം സംസാരിക്കാനുള്ള ടൈം ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് ആരും ഐഡന്റിഫൈ ചെയ്തു, പിന്നെ ബസ്സിൽ കയറി പോയി, അപ്പൊ പുറകിൽ ഫോളോ ചെയ്തു എന്നൊക്കെ അല്ലെ. ആരോ ചോദിച്ചപ്പോ അവളിങ്ങനെ പറഞ്ഞ പോലെ കഥ അങ്ങ് പറഞ്ഞു. അപ്പൊ ഞാനത് വായിച്ചു. അപ്പൊ ഞാനിങ്ങനെ കഥകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കൗതുകം. ഇപ്പൊ നമ്മള് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം ശാന്തിക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് കമ്പോസിഷൻ, ദാറ്റ് ഇസ് ബിജിപാലിന്റെ തന്നെ, ഇത് കൊള്ളാം, നല്ലതാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു പാട്ട് ഏതാണ്? മഴ നേർത്തരാഗം ചൂടി പെയ്തൊഴിഞ്ഞു, മൊഴി കോർത്തയാമം ദൂരെ പോയി മറഞ്ഞു, ഒരു മാരിമേഘം മേലെ ഇരുൾ മൂടി നിന്നു, മഴ നേർത്തരാഗം ചൂടി. അങ്ങനൊരു പാട്ടുണ്ട്. അത് ക്ലബ് FM കഴിഞ്ഞ പോലത്തെ ബെസ്റ്റ് 20 സോങ്സിൽ ഒരെണ്ണം ആയിട്ട് അത് ആ പാട്ട് തിരഞ്ഞെടുത്തിരുന്നു. സോ ക്ലബ് FM ജിംഗിൾ കമ്പോസ് ചെയ്തത് വിജയാണ്. ഐ ലവ് ദാറ്റ് ജിംഗിൾ, ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. വിജുപാലൊന്നു പാടാമോ? മഴയത്തും വെയിലത്തും പകലിൻ പൊന്നിറയത്തും രാവിൻ കളിമുറ്റത്തും കടലിൽ തിര പോൽ പിരിയാ നിഴലായി സ്വീറ്റ് പാട്ടുകാരൻ ക്ലോസ് കൂട്ടുകാരൻ ടൻ ടടട്ടാ ടൻ ടാ ടൻ കണക്കിന് ഫാൻ ഫാൻ ടൻ ടടട്ടാ ടൻ ടാ ടൻ കണക്കിന് ഫാൻ ഫാൻ ക്ലബ് FM 94.3. It's a very nice jingle. പുണ്യാളൻ അഗർബത്തീസ് പാട്ടുകളും ഭയങ്കര നല്ല സോങ്സ് ആയിരുന്നു, ഹിറ്റായിരുന്നു. അതിനകത്ത് ജയസൂര്യ പാടിയ പാട്ടും നല്ല എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഒരു പാട്ടാണ്. ആക്ടേഴ്സ് പാട്ട് പാടുന്നതിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്? അല്ല, പാട്ട് ഇന്ന ആൾക്കാരെ പാടാവൂന്നൊന്നും ഇല്ലല്ലോ. ഇപ്പം അവർ അഭിനേതാക്കളായിപ്പോയെന്നുള്ള അവരുടെ കുറ്റവുമല്ല. പക്ഷേ അവർക്ക് പെർഫെക്റ്റായിട്ട് ഇപ്പോൾ ജയസൂര്യയെ സംബന്ധിച്ച് ആ പാട്ടിൻ്റെ പെർഫെക്റ്റ് റെൻഡിഷൻ അതല്ല. പക്ഷേ ജയസൂര്യ പാടുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു കൗതുകം, ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടല്ലോ, അത് ആ സിനിമയെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ സിനിമ ഇപ്പോൾ പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്ന സിനിമ വളരെ ഒരു ആർട്ട് കൈൻഡ് ഓഫ് അക്കാഡമിക് മൂവിയൊന്നുമല്ല. എങ്ങനെയെങ്കിലും ചെറിയൊരു സബ്ജക്റ്റാണ്, ചെറിയ സിനിമയാണ്, അത് എങ്ങനെയെങ്കിലും ആൾക്കാരിൽ എത്തിക്കുക. പിന്നെ നല്ല സിനിമയാണ്, അത് ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്, അത് അതിൻ്റെ ഒരു ഇത് തുടരുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഘടകമായി അത് മാറി എന്നുള്ളതാണ്. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സിംഗേഴ്സ് ഇന്ന് ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റേജ് ഷോസിൽ അങ്ങനെ തിളങ്ങിയൊക്കെ നിന്ന്, പക്ഷെ എത്രത്തോളം വോക്കലി ടാലന്റഡ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ ഇറ്റ്സ് റിയലി ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? എന്താണ് വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? എല്ലാത്തിനും കാരണങ്ങളുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ടാവും. നമ്മൾ പലപ്പോഴും പറയും അതില്ല, നമ്മളുടെ ചില കർമ്മ ഇത് അല്ലെങ്കിൽ നമ്മളുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ജാതക, അതൊന്നുമല്ല. നമ്മൾ കൃത്യമായ കാരണങ്ങളുണ്ടാവും, കോസസ് എല്ലാത്തിനും ഉണ്ടാവും. നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അത് എന്തുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നു. അത് തന്നെയാണ് ഇതിനകത്ത് പിന്നിലുള്ള എല്ലാവരും. അത് സിനിമ എന്നുള്ളത് നമ്മളുടെ കലയുടെ ഏറ്റവും അവസാന വാക്കായിട്ട് നമ്മളെപ്പോഴും പറയുന്നത്. എന്തുകൊണ്ട് ഇവർ സിനിമയിൽ പാടുന്നില്ല? സിനിമയിൽ എന്തിനാണ് പാടുന്നത്? സിനിമയിൽ പാടാൻ താല്പര്യമില്ലാത്ത എത്രയോ പേരുണ്ടെന്നറിയാം. ഞാനൊരു സിനിമയിൽ ഒരു കർണാട്ടിക് കീർത്തനം പാടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കർണാട്ടിക് പ്രശസ്തരായുള്ള സിംഗേഴ്സിനെ പലരെയും സമീപിച്ചിട്ട് അവർ വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് അങ്ങനെ ഒരു ഒഴിഞ്ഞു മാറി പലരും. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അവർ സിനിമ എന്ന് പറയുന്നത് അവരുടെ
മേഖലയല്ലെന്ന് അവർ വിചാരിക്കുകയാണ്. അപ്പോൾ സിനിമയിൽ പാടി എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഇതാവണമെന്ന് നിർബന്ധമില്ല. കഥകളി വിച്ച് കംസ് ടു കളിയച്ചൻ എന്ന സിനിമയിലേക്ക് വരികയാണ്. എങ്ങനെയായിരുന്നു അതായത് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്? ഇത് ചെയ്തു എന്നുള്ള 2 കഥകളി പോയി കണ്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ചെറുപ്പത്തിലേ നമ്മൾ അനുഭവിച്ച അമ്പലപ്പറമ്പുകളിൽ പോയി കണ്ടതും നമ്മൾ ഉറക്കം തൂങ്ങിയതും ഉറങ്ങാതെ കണ്ടതും ഒക്കെ ആയിട്ടുള്ള ചില കാഴ്ചകളും കേൾവികളും മ്യൂസിക്കും ഒക്കെയാണ് അത് കഥകളി ഇതായിട്ട് വന്നത്, കളിയച്ചനിൽ വന്നത്. ഐ മിസ്ഡ് ഹൈദരാലി. അദ്ദേഹത്തെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഒരു വരിയെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഞാനതിൽ മൂളിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരം ഒബ്സർവേഷൻസും കേൾവിയും ഒക്കെയാണ് അതിലേക്ക് എത്തിയത്. അതിനുശേഷം അവാർഡ് കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു നാഷണൽ അവാർഡ് ലഭിച്ചപ്പോൾ ഉള്ള ആ ഒരു റിയാക്ഷൻ? പ്രതീക്ഷിച്ചിരുന്നോ അതോ വാസ് ഇറ്റ്? അവാർഡ് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചേനെ. കാരണം ആലോചിച്ചിരുന്നില്ല അന്ന്. അപ്പോൾ അവാർഡ് കിട്ടുമെന്ന്, കാരണം ഞാൻ ഒരു വർക്കിൻ്റെ ഇടയിലായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ച് ഞാനൊരു വർക്കിൻ്റെ വയലിൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനല്ല അറിഞ്ഞത്, വയലിനിസ്റ്റുകളിൽ ആരോ ഒക്കെ ഫോൺ വന്നിട്ടാണ് ഞാൻ അറിഞ്ഞത് തന്നെ. അപ്പോൾ ഒട്ടും അന്ന് അവാർഡ് പ്രഖ്യാപിക്കുന്ന പോലും എനിക്കറിയില്ലായിരുന്നു. നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് അതിൻ്റെ ഡയറക്ടറൊക്കെ പറഞ്ഞിരുന്നു അവസാന റൗണ്ടിൽ ബിജിയൊക്കെ ഇത് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഒരു അവസ്ഥ, ഒരു നാഷണൽ, കാരണം എന്നെപ്പോലൊരു വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ അത് എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഞാൻ ഉദ്ദേശിച്ചത് മര്യാദയ്ക്ക് ചെയ്താൽ എല്ലാവർക്കും കിട്ടും. കാരണം ഒരു പ്രെജുഡിസുകളില്ലാത്തൊരു ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു അവാർഡ് ഇത് എന്തായാലും ഇന്നാൾക്ക് കിട്ടും എന്ന് പറയുമല്ലോ നമ്മൾ, അത് പുള്ളിക്ക് അല്ലാണ്ട് വേറെ ആർക്കും കിട്ടില്ല. അത് ആ ലിസ്റ്റിലൊന്നും എൻ്റെ പേര് ഉണ്ടാവണമെന്നില്ല.